2016 ഒ രാജഗോപാൽ 8000-ലധികം ഭൂരിപക്ഷത്തിനാണ് നേമത്ത് ചരിത്രം രചിച്ചത്. അന്ന് ശിവൻകുട്ടി രണ്ടാം സ്ഥാനത്ത് വന്നപ്പോൾ 13,000 വോട്ട് മാത്രമാണ് UDF സ്ഥാനാർത്ഥിയായ സുരേന്ദ്രൻ പിള്ളയ്ക്ക് ലഭിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദുർബലനായ UDF സ്ഥാനാർത്ഥി നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും UDFന്റെ വോട്ട് പൂർണ്ണമായും LDFിലേക്ക് ഒലിച്ചു പോകുമെന്നുള്ളത് ഉറപ്പായുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് BJPക്ക് നല്ലൊരു ത്രികോണ മത്സരം തന്നെയാണ്. കാരണം കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരൻ ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ടെങ്കിൽ പോലും ആ ഒരു ട്രെൻഡ് ആയിരിക്കും BJPക്ക് നൽകുന്നത്. നല്ലൊരു ത്രികോണ മത്സരം നടക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകൾക്കിടയിലുള്ള ഒരു സ്പ്ലിറ്റൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ BJPക്ക് എളുപ്പത്തിൽ ഒരു വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറാൻ നേമത്ത് സാധിക്കും. അല്ലെങ്കിൽ ഇപ്പം പറയുന്ന രീതിയിൽ കോൺഗ്രസ് ഒരു വളരെ ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, എന്നാൽ ശിവൻകുട്ടിയും രാജീവ് ചന്ദ്രശേഖരൻ തമ്മിലുള്ള ഒരു ഫൈറ്റ് നടക്കുകയാണെങ്കിൽ കോൺഗ്രസിന് കിട്ടേണ്ട വോട്ടുകൾ പൂർണ്ണമായും ശിവൻകുട്ടിയിലേക്ക് ഒലിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഒരു ത്രികോണ മത്സരം വരുന്നത്, അതിപ്പോൾ തരൂരായാലും ആരായാലും അത് BJPക്ക് ഗുണം തന്നെ ചെയ്യും എന്ന് വിലയിരുത്തേണ്ടി വരും.